സീതത്തോട് കൊച്ചുകോയിക്കൽ ദേശക്കാരുടെ ഉറക്കം കെടുത്തിയ രാജവെമ്പാലയെ ഒടുവിൽ പിടികൂടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ആളെ ഇറക്കിയാണ് ഇക്കുറി അവര് പാമ്പിനെ പിടിച്ചത്. പതിനാലടി നീളമുണ്ട്, ഏറെക്കുറെ 8 വയസ്സ് പ്രായം, 6 കിലോയോളം തൂക്കവും. ഏറെ ദിവസമായി കൊച്ചുകോയിക്കൽ ചാരുമൂട്ടിൽ ബാലന്റെ വീടിന് സമീപത്ത് ചുറ്റിത്തിരിഞ്ഞ പാമ്പാണിത്. ആദ്യം പാമ്പിനെ കണ്ടപ്പോഴേ ബാലൻ വനം വകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചു. സ്ഥലപരിശോധന പലകുറി നടത്തി, പക്ഷേ പാമ്പിനെ കണ്ടെത്താനായില്ല. ഇതിനിടെ പല ദിവസങ്ങളിലായി 3 തവണ കൂടി ബാലൻ പാമ്പിനെ കണ്ടു. പാമ്പ് കാട് കയറില്ല എന്ന് ഉറപ്പിക്കുകയും വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന് തീർച്ചപ്പെടുകയും ചെയ്തതോടെ പ്രദേശവാസികൾ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചു. വാവാ സുരേഷ് വന്നു. മേഖലയാകെ പരിശോധിച്ചു. 3 ദിവസം നീണ്ട ശ്രമം പക്ഷേ വിജയിച്ചില്ല. കാരണം പാമ്പ് മാളം വിട്ട് പുറത്തിറങ്ങിയില്ല എന്നത് തന്നെ. അതോടെ വാവാ സുരേഷ് മടങ്ങി. സുരേഷ് വീട്ടിലെത്തി കാണും. രാജവെമ്പാല വീണ്ടും കളത്തിലിറങ്ങി. രാത്രി അങ്ങനെ വാവാ സുരേഷ് വീണ്ടും എത്തി. ഒപ്പം വനപാലകരും. കാടുപിടിച്ച പ്രദേശമാകെ പരതി. ഒടുവിൽ 14 അടി നീളക്കാരിയെ പൊക്കി. വാവാ സുരേഷ് എത്തി ഒരു 200 മീറ്റർ അകലെ എത്തിയപ്പോൾ വാവാ സുരേഷിനെ വനപാലക സംഘം തടഞ്ഞു. RRT സംഘത്തിനൊപ്പം കയറിയാൽ മതിയെന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തുകയും RRT സംഘത്തിനെ അതിവേഗം മുമ്പിലേക്ക് പറഞ്ഞു വിടുകയുമായിരുന്നു. നിർഭാഗ്യവശാൽ അവർ വഴിതെറ്റി മറ്റു റൂട്ടിലേക്ക് പോയി. അവർ കൃത്യമായ സ്പോട്ട് അറിയില്ലായിരുന്നു. പക്ഷേ രാജവെമ്പാലയുടെ അടുത്ത് വാവാ സുരേഷ് എത്തുകയും RRT സംഘം വാവാ സുരേഷിനൊപ്പം ചേരുകയുമായിരുന്നു. വാവാ സുരേഷ് എത്തിയതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ രാജവെമ്പാലയെ പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടുകൂടിയാണ് ഈ നാട്ടിൽ ജനങ്ങളുടെ ആകെ പരിഭ്രാന്തി മാറുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ നാട്ടുകാർക്ക് ഏറെ സമാധാനമുണ്ട്. പാമ്പിനെ ഏറ്റുവാങ്ങിയ വനംവകുപ്പ് ജീവനക്കാർ അതിനെ ഉൾക്കാട്ടിൽ തുറന്നുവിടുകയും ചെയ്തു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാലുണ്ട് ഈ രാജവെമ്പാലയെ പറ്റിയും ഈ പാമ്പിനെ പിടികൂടിയ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. അഭിലാൽ, ഗുഡ് മോർണിംഗ്. ഒടുവിൽ അവൻ പിടിയിലായല്ലേ? സമീപകാലത്തല്ല, ഒരു 2 വർഷം മുൻപാണ് റാന്നി RRT സംഘം പിടികൂടിയ പാമ്പുകളെ കക്കി വനമേഖലയിൽ കൊണ്ട് തുറന്നുവിടുന്ന ഘട്ടത്തിൽ അവർക്കൊപ്പം പോയ സമയത്താണ് ഏറ്റവും അടുത്ത് രാജവെമ്പാലയെ കണ്ടത്. രൂപം കൊണ്ട് തന്നെ ആരെയും ഭയപ്പെടുത്തുന്നതാണ് ഇതിൻ്റെ ഒരു പൊതുവായ സ്വഭാവവും രീതി. അത്രത്തോളം വലുപ്പവും നീളവും ഒക്കെ തന്നെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു വീടിൻ്റെ പരിസരത്ത് ഈ പാമ്പിനെ കണ്ടു എന്ന് പറയുമ്പോൾ ആ വീട്ടുകാർക്കുണ്ടാകുന്ന ഭയം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മാത്രവുമല്ല, തുടർച്ചയായി ഏറെക്കുറെ ഒരു 10 ദിവസത്തിനിടയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ഇതിനെ വീടിൻ്റെ പരിസരത്ത് കാണുന്നു എന്നുകൂടി വന്നാൽ പ്രദേശവാസികൾക്ക് പോലും ഉറക്കം നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ്. അതാണ് കൊച്ചുകോയിക്കലിൽ സംഭവിച്ചത്. ആദ്യ ദിവസം തന്നെ വനംവകുപ്പ് ജീവനക്കാരെ വിവരം അറിയിച്ചു. അവരെത്തി പരതിയിട്ട് കാണാൻ കഴിഞ്ഞില്ല. പിന്നീട് വാവാ സുരേഷ് എത്തി ആ മേഖലയിൽ ഒരു വീട്ടിൽ 3 ദിവസം താമസിച്ച് മേഖലയാകെ പരിശോധിച്ചിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ വാവാ സുരേഷ് ദൗത്യം ഉപേക്ഷിച്ച് മടങ്ങി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയ സമയത്താണ് പാമ്പ് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ വാവാ സുരേഷ് എത്തി, വനംവകുപ്പ് ജീവനക്കാരെത്തി. ഏറ്റവും ഒടുവിൽ കണ്ട സ്ഥലത്തു നിന്ന് 100 മീറ്റർ അകലെ ആണ് പാമ്പിനെ കണ്ടെത്തുന്നത്. പിടികൂടി അങ്ങനെ അതിനെ ചാക്കിലാക്കി. വനംവകുപ്പ് ജീവനക്കാർ അതിനെ ഏറ്റെടുത്ത് പിന്നീട് കക്കി വനമേഖലയിലാണ് തുറന്നുവിട്ടത്. എന്തായാലും പ്രദേശത്ത് വലിയ ജനരോഷം ഉണ്ടായിരുന്നു. അതെന്തായാലും ശമിക്കപ്പെട്ടിട്ടുണ്ട്. താൽക്കാലികമായെങ്കിലും പ്രദേശവാസികൾക്ക് ആശ്വാസമാണ്. ഇതിനു മുൻപ് കഴിഞ്ഞ ഏപ്രിൽ കാലത്താണ് കൊച്ചുകോയിക്കൽ മേഖലയിൽ നിന്ന് ഒരു രാജവെമ്പാലയെ പിടിച്ചത്. ഈ ഏപ്രിൽ, ആഗസ്റ്റ് കാലയളവിനിടെ നിരവധി തവണ മൂർഖൻ പാമ്പുകളെ അടക്കം പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള ആശ്വാസമാണ് ആ മേഖലയിലെ ആളുകൾക്ക് ലഭ്യമായിട്ടുള്ളത്. ഇനിയും രാജവെമ്പാലയെ കാണാനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാനില്ല. എന്തായാലും പ്രദേശത്തെ ആളുകൾക്ക് ചെറിയൊരു ആശ്വാസം അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ശരി അഭിലാൽ.